As part of the Mullankolli Springshed project, agri-allied livelihood activities were implemented to enhance the socio-economic well-being of the local community. Among these initiatives, poultry rearing was introduced as a sustainable livelihood option, especially suitable for rural households. എൻ്റെ പേര് ഷീബ, ഞാൻ മുള്ളംകൊല്ലിയിൽ താമസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നബാർഡിൻ്റെ നീരുറവ് പദ്ധതിയിൽ 10 കോഴീനെ കിട്ടിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 10 കോഴിയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 10 കൂടി മേടിച്ചു, പിന്നെ ഒരു 5 കൂടി മേടിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് 25 കോഴിയുണ്ട്. പിന്നെ മുട്ട കൊടുക്കുന്നുണ്ട്, 8 രൂപ മുട്ടയ്ക്ക്. പിന്നെ ദിവസം ഒരു 200 രൂപേൻ്റെ മുട്ട കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ലാഭകരമായ പരിപാടി തന്നെയാണ് മുട്ടക്കോഴി വളർത്തൽ. പിന്നെ വീട്ടുകാർ വന്നിട്ട് മേടിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആവശ്യക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ആൾക്കാർ വന്നിട്ട് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാർ അവർ വരും മുട്ടയ്ക്ക്. പിന്നെ ഞങ്ങൾ കടയിൽ കൊണ്ട് കൊടുക്കും. 2-3 ദിവസം കൂടുമ്പോൾ ആഴ്ചക്കൊക്കെ കൊണ്ടുപോയി കടകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരു വിജയകരമായിട്ട് കുറച്ചും കൂടി കോഴീനെ വാങ്ങണം, കുറച്ച് ഇതാക്കണം, കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. Sheba is one of the beneficiaries of this initiative. With the support received under the Mullankolli Springshed project, she is now successfully engaged in poultry farming, just like many other beneficiaries. Beneficiaries for the poultry distribution were carefully identified by the Mullankolli Springshed Committee through cluster-level and self-help group meetings. Preference was given to individuals who already had experience and genuine interest in poultry rearing, ensuring effective utilization of the support and long-term sustainability of the activity. മുള്ളംകൊല്ലി നീരുറവ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കോഴി വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 320ഓളം കുടുംബങ്ങൾ കേച്ച്മെൻ്റ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ആ കുടുംബങ്ങളിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ട 50 പേർക്കാണ് മുട്ടക്കോഴി വിതരണം മുള്ളംകൊല്ലി വാട്ടർഷെഡ് നടത്തുന്നത്. Under this intervention, 50 beneficiaries were supported through NABARD funding, with a total project outlay of 1,50,000 rupees. Each selected beneficiary received 10 high-quality hens, enabling them to start or strengthen small-scale poultry units at the household level.